ഒരു വിവാഹം കഴിക്കാനോ കുടുംബം നടത്താനോ അല്ല. അത് ഞാൻ ഇത് സഭയോടും ദൈവത്തോടുള്ള വെല്ലുവിളിയായിട്ട് പൊതുസമൂഹം കാണുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികൾക്ക് ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല. കന്യാമറിയം കന്യകയായിരുന്നില്ലേ? അവരും ഗർഭം ധരിച്ചില്ലേ? അന്നത്തെ സമൂഹം ആ ഗർഭത്തെ തള്ളി പറഞ്ഞെങ്കിലും പിന്നീട് ആ കുഞ്ഞല്ലേ ലോകത്തിന്റെ രക്ഷകനായി മാറിയ യേശു. ഡോക്ടറെ അലട്ടുന്ന രണ്ടാമത്തെ സമസ്യ ഇതാണ്. ഏറ്റവും സ്വകാര്യമായി നടക്കേണ്ട, എന്നാൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ഏറ്റെടുത്ത് വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ ജാസ്മിൻ ജെന്നിഫറിന്റെ പ്രസവം. ഒരു ഗർഭത്തിലേക്ക് പതിയുന്ന ക്യാമറ കണ്ണുകൾ, പരസ്പര വിരുദ്ധമായ സംവാദങ്ങൾ, അത് സൃഷ്ടിക്കുന്ന കോലാഹലങ്ങൾ. കുരിശിനും കുന്തത്തിനും ഇടയിൽപ്പെട്ട അയാൾക്ക് അവരെ സ്വകാര്യമായി എങ്ങനെ പ്രസവിപ്പിക്കാനാകും? സൂസൻ മേരി, ഡോക്ടറുടെ ഭാര്യ. 20 വർഷങ്ങൾക്ക് മേലെയുള്ള ദാമ്പത്യ ജീവിതം. കാലപ്പഴക്കം റൊമാൻസിന്റെ തീവ്രതയ്ക്ക് മങ്ങലേൽപ്പിക്കില്ലെന്ന് ഈ ദമ്പതികൾ ഈ പ്രായത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഡി ചാറ്റർലീസ് ലവർ എന്നുള്ള സിനിമയിൽ ഒരു സീനുണ്ട്. അതിലെ നായകൻ തൻ്റെ പെണ്ണിനെ പുല്ലുകൾക്ക് പുറത്തിട്ട് ഭോഗിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന പക്ഷികളും മൃഗങ്ങളും. അപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ട അതേ ആകാംക്ഷയും പ്രതീക്ഷയും ആ പ്രാവിൻ്റെ കണ്ണുകളിലും കാണാം. ഞാൻ കൺസൾട്ടിങ്ങിനല്ല വന്നത്. ബട്ട് ആസ് യു ഗസ് ഐ എം പ്രഗ്നന്റ്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഒരു അബോർഷൻ അല്ല എൻ്റെ ആവശ്യം. എൻ്റെ എഡ്യൂക്കേഷനെയും ഫ്യൂച്ചറിനെയും ഒന്നും ബാധിക്കാത്ത രീതിയിൽ എനിക്ക് പ്രസവിക്കണം. കുട്ടികളില്ലാത്ത ഏതെങ്കിലും ഫാമിലിക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത്തരമൊരു കപ്പിളിനെ കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നറിയാനാണ് ഞാൻ വന്നത്. ഞാൻ എന്തായാലും പാരൻസുമായി വന്ന് ഡോക്ടറെ കാണാം. എനിക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ആരും തന്നെ എൻ്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. ഭാര്യ സൂസനുമായുള്ള പ്രണയ നിമിഷങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന സൈറ എന്ന പെൺകുട്ടി. ഒരു വലിയ കാര്യം വളരെ നിസ്സാരമായിട്ടാണ് അവൾ പറഞ്ഞിട്ട് പോയത്. ആ 17-കാരിയാണ് ഇവിടെ ഡോക്ടറുടെ മൂന്നാമത്തെ പ്രശ്നം. Cheers. ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലോ? ആയിരക്കണക്കിന് പ്രസവങ്ങൾ സ്വന്തം കൈയാൽ നിർവഹിച്ച ഡോക്ടർ സക്രിയയുടെ വിധിയും വിചിത്രമാണ്. ഒരു കെട്ടുകഥ പോലെ തോന്നാം. അയാൾക്കും സ്നേഹസമ്പന്നയായ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഒരു കുഞ്ഞിനു വേണ്ടി എല്ലാവരും തന്നെ തേടി വരുമ്പോൾ ഡോക്ടർ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഒരു കടങ്കഥ പോലെയുള്ള തൻ്റെ വിധിയെക്കുറിച്ച്. പരമ്പരകളില്ലാതായി തീരുമായിരുന്ന അവരുടെ ജീവിതത്തിലേക്കാണ് അവൾ കടന്നു വന്നത്. ഉത്തരവാദിയുടെ പേര് വെളിപ്പെടുത്താനാവാത്ത ഒരു ഗർഭവുമായി. സൈറ. നിങ്ങള് പോവാണ്? എനിക്കുള്ള നാസ്ത മേസം വെച്ചിട്ടുണ്ട്. ഇഞ്ഞ അനക്ക് കുറച്ച് പൈസ വേണാഞ്ഞി. ഒരു കാൻവാ ഷൂ വാങ്ങാനെ വിചാരിച്ച്. അതിനല്ലേ ഇപ്പൊ 300 ഇന്നലെ മേങ്ങിയത്. അതിനിപ്പോ 300 രൂപയ്ക്കൊന്നും അഡിഡാസിന്റെ ഷൂ ഒന്നും കിട്ടുകയല്ല. ഓ അതിന് കിട്ടിയത് മേങ്ങ മതി. നീ ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ട് ഈഴത്തെ പിള്ളേരെ പോലെ നടക്കാനാ? ഓരെല്ലാം വലിയ ആളുകള്. നമ്മ അതിന് ഓർക്കണോ? നിങ്ങൾ എന്റെ ഷൂ കണ്ടിട്ട് വർത്താനം പറ, ഞാനത് കാണിച്ചു തരാം. അലാക്കത് എവിടെ പോയി? എന്തെന്ന കോലം ചെക്കാ ഇത്? ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം നീ മറക്കണ്ട. ചുമ്മാക്ക് പോകുമ്പോൾ സണ്ടി കാണാത്ത പാന്റ് ഇടണോ? ഇല്ലെങ്കിൽ പോകുമ്പോ സണ്ടി പുറത്ത് കാണല്ലേ? ഇനി നോടിയാണ്ട് പൈസ തന്നറപ്പാ. ഒരു 200 രൂപയും കൂടെ കിട്ടിയെങ്കിൽ ബോട്ട് കിട്ടിയെന്ന് അഡിഡാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് മേങ്ങാനാ. എടാ നിനക്കൊക്കെ ചൊല്ലിക്ക് അറിയുന്നില്ലേ? ഉപ്പമില്ലാത്ത കിടാക്കല്ലേ ഞമ്മ. നമ്മ കരുതിയാ ജീവിക്കണ്ടേ. ഞാൻ രണ്ടാളോടെ കാക്കും. അതായത് ഞാനൊക്കറിയാം എന്താക്കണമെന്ന്. അല്ല 2 ആഴ്ചയോടെ കഴിഞ്ഞാലേ മാസം 2 ആവും. അഡ്വാൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വാടക അതിനെനിക്ക് പണി കിട്ടിയിട്ട് കുറച്ച് ദിവസമല്ല ഇത്. അത് നിങ്ങൾക്ക് അറിയല്ലേ? ശമ്പളം കിട്ടാകുമ്പോ 2 മാസത്തെ മൊത്തത്തിൽ തരാലോ.